ചീത്ത പറഞ്ഞത് നോക്കിട്ടുണ്ടല്ലോ ഞാൻ. അപ്പൊ ഞമ്മള് ഗ്രൗണ്ടിലാണ് പഠിപ്പിക്കുന്നത് ആദ്യം. കാരണം നമ്മള് ലെഗ് പ്രാക്ടീസ് ആദ്യം മെയിൻ ആയിട്ട് വേണം. ഉമ്മന്റെ ഡ്രൈവിംഗ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ? ഞാൻ ചോദിക്കുന്നേ സത്യം പറഞ്ഞോ, ഉമ്മാനോട് ദേഷ്യം പിടിച്ചിരിക്കുന്നത് നോക്കി എനിക്ക് ജീവനില്ല, എന്റെ ജീവൻ പോയിക്കുന്നത്. കാർ കീ ആയിട്ട് കാർ പ്രാക്ടീസിങ് ആണ്. ഉമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഒരു കോമഡി ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ പോലെ കാണിക്കാം. ചീത്ത കേക്കും ഓവർ കോൺഫിഡൻസ് ആണ് ഉമ്മാണ്ടത്. തെല്ല സ്പ്രേ നക്ക് മടി. അപ്പം എൻ്റെ ഉമ്മച്ചിക്ക് സ്പ്രേ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയിൽ വന്നു. ഓക്കെ, ഇനി സ്പ്രേ അടിയെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കണ്ണിൽ മൂക്കിൽ എല്ലാം വന്നു. മാസ്ക് ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടില്ല, ഞാൻ മറിച്ചിന്. അപ്പോൾ അവന് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നമുക്കെൻ്റെ ലോസ്. 1 ഹവർക്ക് 400. കുറച്ച് 400 കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ബാലമ്മ ഇന്നപ്പുറം നോക്കണ്ട. 400 കൊടുക്കാൻ റീസൺ എന്താ വെച്ചാൽ മാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാ. വേണ്ട ബാ പോണ്ടല്ലോ, കീഴ് വീട്ടേക്കുള്ളറ്. ഞാൻ വീട്ടിൽ റെഡി ആയിട്ട് നിൽക്കണം. ഉമ്മ ഇപ്പം നോക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നേ. അവിടെ അവർക്ക് ദേഷ്യം പിടിക്കൂലേ ഫസ്റ്റ് ഡേനെ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ പറയുന്നില്ലേ, അതുപോലെ ആവണം. ആരും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഇതാ താക്കോൽ ബാ, നീ പറത്ത് പോക്കില്ല. കീ കൊടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ധനി ധനി കാറിൻ്റെ ഓണർക്ക് കീ കൊടുത്തു കൈമാറി. നിങ്ങളാണ് ഇതിനൊക്കെ പ്രൂഫ്, ഞാൻ കീ കൊടുത്തു എന്നുള്ളത്. കീല് റിക്ഷത്തിലവാ. അങ്ങനെ റിക്ഷത്തിൻ്റെ മുകളിലാണ് കാർ റിക്ഷത്തിൻ്റെ മുകളിലുണ്ടല്ലോ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിരിക്കണം. ഓട്ടോറിക്ഷത്തിൻ്റെ മുകളിൽ കാർ ഇങ്ങനെ നിപ്പിച്ചിട്ട് നമ്മൾ റിക്ഷയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സീനൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഞങ്ങൾ പോയി കാർ കേൾക്കാറ് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഉമ്മക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ കാറ് എടുക്കാൻ വേണ്ടി പോവാണ്. സത്യമായിട്ട് എനിക്ക് കാറിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ പേടിയുണ്ടേ. എന്താ പേടിയെന്ന് പറഞ്ഞാൽ അറിയല്ല. ഇപ്പം നമ്മൾ വേറെ ഉള്ള സ്ഥലത്തിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്, സേഫ് ഉണ്ടെന്ന് കരുതിയിട്ട്. കാറ് വേറാണ്, നമ്മൾ വേറെ അല്ല പിത്തലാണ് കേട്ടോ. ഉമ്മോട് വെയിറ്റ് ചെയ്യുന്നത്. ഉമ്മ ഞാൻ തന്നെ ಫಸ್ಟ್ പഠിക്കലോ ഒന്ന്. ಬಂದು ಏನಾಯಿತು ಹ್ಯಾಂಡ್ ಬ್ರೇಕಾ? ಓಕೆ, ಅದು ಅಲ್ಲಿ ಇದು ಪ್ರೆಸ್ ಮಾಡಿ ಈ ರೀತಿಯಾ? ಓಕೆ, ಹಾಗೆ ಡ್ರೈವ್ ಮೋಡಾ? ಬ್ಯಾಕ್ ಬರಬೇಕು. ಬಟನ್ ಇದೆ ಅಲ್ಲೊಂದು ಬಟನ್, ಹೀಗೆ ಸೈಡಲ್ಲಿ ಹೀಗೆ ಬಟನ್ ಒಂದಿದೆ. ಹೌದು, ಅದೀಗ ಮಾಡಿ. ಓಕೆ, ಎಸ್ ಹಾಗೆ. ಇದು ಹೊಸ ಸಿಸ್ಟಮ್ ಅಲ್ಲ ಅಲ್ಲ, ಮತ್ತೆಲ್ಲ ಈಸಿ ಇದೆ. ಜಸ್ಟ್ ಒಂದು ಹ್ಯಾಂಡ್ ಇದು ನಿಧಿ ಹಾಗೆ. ഓക്കെ, മറക്കാണ് കഴിച്ച് എനിക്ക്. പാവം നമുക്ക് സ്ഥലത്തന്ന് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഗേറ്റ് ഇടാതെ ഉപദ്രവിച്ച് പോയാൽ അങ്ങനെ ഉണ്ടാവും. ಹಾಕ್ಬೇಕಾ? ಓಕೆ ಓಕೆ, ಒಂದು ಹಾಕುವ 1000 rupees ಇದೆ. ಓಕೆ ಓಕೆ. ನಿನ್ನೆ ನಾ ಕೇಳಿದೆ ಅವ್ರ ಹತ್ರ ಎಲ್ ಬೋರ್ಡ್ ಹಾಕಿಸುವಾಗ ಇದೆ ಅಂತ ಹೇಳಿದ್ರು. ಎಂದು ನೋಕು? ಉಂಟಾ? ಹಾಗಾದ್ರೆ ನಾವು ಹೋಗುವ, ಪೆಟ್ರೋಲ್ ಹಾಕಿಸುವ ಫಸ್ಟ್. അപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു. അപ്പോൾ പെട്രോളൊന്നും വേണം. ഞാൻ ഇന്നലെ ചോദിച്ചോട്ടോ എൽ ബോർഡ് ഇടിപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ
ಪೆಟ್ರೋಲ್ ಉಂಡು ಬರ್ನೆ ಇಪ್ಪ ಕಾಣಿಕೆ പിന്നെ ಇದು ಪೆಟ್ರೋಲ್ ಕುಡಿക്കുವೆ ಇದು ಅಲ್ಲ ಈಗ ಅಂದ್ರೆ ನಿಮ್ಗೆ ಸ್ಟಾರ್ಟಿಂಗ್ ಅಲ್ಲ ಹೊಸ ಗಾಡಿ ಅಲ್ಲ ಹೌದೌದು ನಿಮ್ಗೆ ಸ್ವಲ್ಪ ಪೆಟ್ರೋಲ್ ಜಾಸ್ತಿ ಹೋಗ್ತದಲ್ಲ ಹೌದು ಮತ್ತೆ ಸರಿ ಆಗ್ತದಲ್ಲ ಈಗ ನಿಮ್ಗೆ ಅದು ಹೊಸ ಗಾಡಿ ಆಗಿ ಅಲ್ಲ ಹೊಸ ಸಿಸ್ಟಮ್ ಕೊಟ್ಟಿದ್ದಾರೆ ಯಾವುದು ಇಲ್ಲಿದು ಹೊಸ ಸಿಸ್ಟಮ್ ಅಲ್ಲ ಹೊಸ ಸಿಸ್ಟಮ್ ಅದು ಫಸ್ಟಿಗೆ ನಮ್ಗೆ ಸಹ ಕನ್ಫ್ಯೂಸ್ ಇತ್ತು ಯಾಕೆ ಅದಕ್ಕೆ ಹೀಗೆ ಹೌದು ಇನ್ನೊಂದು ಬಟನ್ ಉಂಟದ ಕೊಟ್ಟಿದ್ದಾರೆ ಮಕ್ಕಳೆಲ್ಲ ಯೂಸ್ ಮಾಡೋ ಸ್ಟಾರ್ಟ್ ಒಟ್ರಾಸಿ ತಕೊಂಡು ಹೋಗೋದಕ್ಕೆ ಇತ್ತು. Please fasten passengers. ಅವರಿಗೆ ತುಂಬಾ ಇಂಟ್ರೆಸ್ಟ್ ಗಾಡಿ ಕಲಿಬೇಕು. ತುಂಬಾ ಜನ ಉಂಟಲ್ಲ ತುಂಬಾ ಜನ ಬರ್ತಾರೆ ಹುಡುಗಿಯರು ಎಷ್ಟು ಜನ ಬಂದಿದ್ದಾರೆ ಅಂತ ಲೆಕ್ಕ ಇಲ್ಲ ಹೋಗ್ಬೋದಲ್ಲ ಹೀಗೆಲ್ಲ ತಿರುಗಲಿಕ್ಕೆ ಹೌದದೇ ಇನ್ನೊಬ್ಬರನ್ನ ಡಿಪೆಂಡ್ ಆಗುವಾಗ ನಮಗೂ ಕಷ್ಟ ಆಗ್ತದೆ ಡಿಪೆಂಡ್ ಆಗಿ ಇರ್ಬಾರ್ದು ನೋಡಿ ನಿಮ್ಗೆ ಕೆಲವೊಂದು ಸಣ್ಣ ಸಣ್ಣ ಟ್ರಿಕ್ಸ್ ಹೇಳಿ ಕೊಡ್ತೇನೆ ಈಗ ಹೇಳುದಿಲ್ಲ ಈಗ ನಿಮ್ಗೆ ಎಷ್ಟು ಗೊತ್ತುಂಟು ಅಂತೇಳಿ ಇಲ್ಲಿ ಎಲ್ಲಿ ಹತ್ರ ಗ್ರೌಂಡ್ ಉಂಟಾ ಗ್ರೌಂಡ್ ಇಲ್ಲಿ ಬಂಟ್ವಾಳದಲ್ಲಿ ಇರೋದು ಗ್ರೌಂಡ್ ಕಷ್ಟ ಮತ್ತೆ ಗ್ರೌಂಡ್ ಮತ್ತೆ ಅಲ್ಲಿ ನಮ್ಮ 10th ಮೇಲೆ ಅಲ್ಲಿ ಉಂಟು ಗ್ರೌಂಡು പോവാണ് ഇനി ലോക്കെ പോന്നിട്ടില്ലേ ഉമ്മ പോവാണ് കേട്ടോ വണ്ടിയിലിരിക്കാണ് ഉമ്മൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റാണ് ഉമ്മൻ്റെ സോ എന്തായാലും വണ്ടി വിട്ടു പോകുന്നില്ല എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ഫീൽ കേട്ടോ ഉമ്മൻ്റെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല പക്ഷേ നെസസിറ്റിയാണ് ഞാൻ വണ്ടി ഒരു ഡ്രൈവർ ആവേണ്ടത് ഉമ്മ നീ യെസ് ಇಪ್ಪ ಹೊರಗೆ ಓಕೆ ಎಸ್ ಕಂಫರ್ಟೇಬಲ್ ಬ್ರೇಕ್ ಒಂದೇ ಕಾಲು ಯೂಸ್ ಮಾಡಿ ಬಿಡಿ ಬಿಡಿ ಬಿಡು ಬಿಡು ಈಚೆ ಎಕ್ಸಿಲೇಟರ್ ಒಂಚೂರು ಎಕ್ಸಿಲೇಟರ್ ಹೊತ್ತು ಒಂಚೂರು ಸಾಕು ಸಾಕು ಬಿಡಿ ಬಿಡಿ ಬಿಡು ಬಿಡು ಬ್ರೇಕ್ ಮತ್ತೆ ಎಕ್ಸಿಲೇಟರ್ ನಿಮ್ಮ ಲೆಫ್ಟ್ ಸೈಡ್ ಕಾಲು ಯೂಸ್ ಮಾಡ್ಲಿಕ್ಕಿಲ್ಲ ಸೈಡ್ ಇಡಬೇಕು ಖಾಲಿ ಕೆಲಸ ರೈಟ್ ಸೈಡ್ ಕಾಲಲ್ಲಿ ಮಾತ್ರ ಎಕ್ಸಿಲೇಟರ್ ಒತ್ತುದು ಬಿಡುದು ಬ್ರೇಕ್ ಹಿಡಿತಾರೆ ಅದರಲ್ಲಿ ಮಾತ್ರ ಲೆಫ್ಟ್ ಸೈಡ್ ಕಾಲಲ್ಲಿ ಕೆಲಸ ಇಲ್ಲ ಸುಮ್ಮನೆ ಹಿಡಿದು ಮಾತ್ರ ಇದರಲ್ಲೇ ಹೋಗ್ತದೆ ಆಯ್ತಾ ಎಲ್ಲ ಸೀಟ್ ಬೆಲ್ಟ್ ಹಾಕಿ ಅಮ್ಮ ಬಿಟ್ಟಿದ್ರೆ ಮೊದಲು ಸ್ವಲ್ಪ ಗೊತ್ತಿದೆ ಇದನ್ನ ಈ ಗಾಡಿಯಲ್ಲಿ ಗೊತ್ತಿಲ್ಲ ಅವರಿಗೆ ಈ ಗಾಡಿಯಲ್ಲಿ ಗೊತ್ತಿಲ್ಲ ನಾಲೆಜ್ ಇದೆ ಕಾನ್ಫಿಡೆನ್ಸ್ ಓವರ್ all the best ഞാനിന് കോൺഫിഡൻസ് കൊടുത്ത ശേഷം ഞാനും ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഞാൻ പോകില്ല കേട്ടോ എനിക്ക് പേടിയാവേ ಹೌದದೇ ಎಷ್ಟು ಏಜಿನವ್ರಿಗೆ ಕಳಿಸ್ತಾರೆ ಅಷ್ಟು ನಾವು ಗ್ರೇಟ್ ಆಗ್ತದೆ ಹೌದು ಇಲ್ಲಿ ನಾನು ಹೇಳ್ತೇನೆ ನಾನು ಹೇಳೋದು ಏನು ಮಾಡಬಾರ್ದು ಎಸ್ ಬ್ರೇಕನ್ನು ಒತ್ತಿ ಫಸ್ಟಿಗೆ ಎಕ್ಸಿಲೇಟಿಂದ ಕಾಲು ತೆಗೀರಿ ಬ್ರೇಕ್ ಒತ್ತಿ ಎಸ್ ನೋಡಿ ಇದನ್ನು ಹಿಡೀರಿ ಇಲ್ಲೊಂದು ಲಾಕ್ ಇದೆ ಬ್ರೇಕ್ ಒತ್ತಿ ಇಡಬೇಕು ಅಂತೆ ಇಲ್ಲೊಂದು ನೋಡಿ ಇಲ್ಲಿ ನೋಡಿ ಇಲ್ಲೊಂದು ಲಾಕ್ ಇದೆ ಈಗ ಆಯ್ತು ಡ್ರೈವ್ ಮೋಡ್ ಆಗಿದೆ ಮೆಲ್ಲ ಬ್ರೇಕ್ ಬಿಡಿ ಮೆಲ್ಲ ಬಿಡಿ ಎಕ್ಸಿಲೇಟರ್ ಒಂದು ಚೂರು ಕೊಡಿ ಚೂರು ಬ್ರೇಕಿನ ಕಾಲು ತೆಗಿ ಹ್ಯಾಂಡ್ ಬ್ರೇಕ್ ಹಾಕಿದ್ದೀನಿ ಮೆಲ್ಲ ಬ್ರೇಕಲ್ಲಿ ಕಾಲು ಇಟ್ಕೊಳ್ಳಿ ಬ್ರೇಕಲ್ಲಿ ಕಾಲಿಟ್ಟೆ ಸ್ಲೋಪು ಎಸ್ ಸ್ಲೋ ಹೋಗಿ ಸ್ಲೋ ಟರ್ನ್ ಮಾಡಿ ಅದು ಆಚೆ ಹೋಗಿ ಹೋಗಿ ಸ್ಲೋ ಹೋಗಿ ನೀವು ಆಯ್ತಾ ಇದು ಹಾಕೊಂಡು ಲೆವೆಲ್ ಹಾಕೊಂಡು ಪಿನ್ನೆ ಲೆವೆಲ್ ಹೊಡಿಬೇಕು ಬ್ರೇಕಿನ ಕಾಲು ತೆಗೆದು ಚೂರು ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ ಬ್ರೇಕಿನ ಕಾಲು ಅಪ್ಪು ಬರುമ്പോತ್ತಿಗೂ ಹಾಗೆ ಟರ್ನ್ ಮಾಡಿ ಜಾಸ್ತಿ ತಿರುಗಿಸಬಾರ್ದು ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടാ എനിക്കെಲ್ಲ അറിയണം ಏನಾಗುದಿಲ್ಲ ಟೆನ್ಷನ್ ಮಾಡಬೇಡಿ ನಾನಿದ್ದೇನೆ ಆಯ್ತಾ ಏನು ಇದು ಮಾಡಬೇಡಿ ಆಯ್ತಾ
ಬ್ರೇಕಿನ ಕಾಲು ತೆಗೀರಿ, ಒಂಚೂರು ಎಕ್ಸಿಲೇಟರ್ ನೋಡಿ, ಟರ್ನ್ ಮಾಡಿ. ಇದರ ಪ್ರಾಕ್ಟೀಸ್ ಲೆಗ್ ಪ್ರಾಕ್ಟೀಸ್ ಅನ್ನು ಒಳ್ಳೆ ಲೆಗ್ ಗುಂಪಿನ ಸ್ಟೇರಿಂಗ್ ಕಾಲು ಬರಲಿ ಆಯ್ತಾ. ಎಸ್, ಬ್ರೇಕ್ ಬಿಡಿ, ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ. പിന്നെ ഡൗൺ പറയുമ്പോ ബ്രേക്ക് കാൽ വെച്ചെങ്കിತ್ತು ಬ್ರೇಕಲ್ಲಿ ಹಿಡಿಬೇಕಾಯ್ತಾ. ಡೌನ್ ಬರುമ്പೋ ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ. ಕ್ಯಾಮರಾ ಮನೆ ತಿರಿ ಸ್ಯಾಮಿಗೆ ಮಾಡಿ ತಿರುಗಿಸಿದಾಗಿ ತಿರುಗಿಸಿ ಆಯ್ತಾ. ಹಾಗೆ ತಿರುಗಿಸಬಾರ್ದು ಜಾಸ್ತಿ, ಸ್ಲೋ ಹೋಗ್ಬೇಕಾಯ್ತಾ, ಸ್ಲೋ. ಈಗ ನಿಮಗೆ ಅದರ ಬಗ್ಗೆ ಐಡಿಯಾ ಇಲ್ಲ, ನಿಮ್ಗೆ ರೋಡಲ್ಲಿ ಹೋಗ್ಬೇಕಾದ್ರೆ ಇದ್ರ ಬಗ್ಗೆ ಒಂಚೂರು ನಾನು ನಾಲೆಜ್ ಹೇಳ್ಬೇಕು, ನಿಮಗೆ ಐಡಿಯಾ ಕೊಡ್ಬೇಕು. ನಿಮ್ಗೆ ಸಡನ್ ಕೊಂಡೋಗಿ ನಾನು ರೋಡಿಗೆ ಕೊಂಡೋಗಿ ನೀವು ಕಾಯ್ಕಾಲ್ ಬಿಟ್ರೆ ಚೂರು ತಿರುಗಿಸಿ, ರೈಟ್ ತಿರುಗಿಸಿ, ಇನ್ನೊಂಚೂರು ತಿರುಗಿಸಿ, ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ತಿರುಗಿಸಿ, ಒಂಚೂರು ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ, ಬ್ರೇಕಿಂದ ಕಾಲು ತೆಗೀರಿ, ಚೂರು ಎಕ್ಸಿಲೇಟರ್ ಕೊಟ್ಕೊಂಡು ಹೋಗಿ. ಎಸ್ ಎಸ್, ಸ್ವಲ್ಪ ಈಚೆ ಮಾಡಿ, ಈಚೆಚ್ಚೆ ಮಾಡಿ, ಈಚೆಚ್ಚೆ ಮಾಡಿ, ಸ್ಟೇರಿಂಗ್ ಈಚೆಚ್ಚೆ ಮಾಡಿ. ಎಸ್, ಎಲ್ಲ ಬ್ರೇಕ್ ಹತ್ರ ಕಾಲು ಬರಲಿ, ಎಲ್ಲ ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ, ಚೂರು ಟರ್ನ್ ಮಾಡಿ, ಮೆಲ್ಲ ಒಂಚೂರು ಬ್ರೇಕ್ ಹತ್ರ ಕಾಲು ತಿರುಗಿಸ್ಬೇಡಿ, ತುಂಬ ತಿರುಗಿಸ್ಬಾರ್ದು. ನೀವು ಅವ್ರು ಹೇಳಿದಾಗೆ ಸೇವೆ ಮನೆಯಾಗಿ ತಿರುಗಿಸ್ಬೇಕು. ಸೇವೆ ಮಾಡಿ ತಿರುಗಿ ನನ್ನ ಡೋರ್ ಬಿಡಲಿಲ್ಲ ಆಯ್ತಾ. ನಂದ ಓಕೆ ಓಕೆ ನಿಲ್ಲಿಸಿ, ಬ್ರೇಕ್ ಸ್ಟಾಪ್. ಮೆಲ್ಲ ಮೆಲ್ಲ ಬ್ರೇಕ್ ಹೋತ ನಾವು ಸ್ಪೀಡ್ ತೆಂಗ ತೆರಿಕ್ರಿ ಗಾಡಿ. ನಿಲ್ಲಿ, ಸ್ಟಾಪ್ 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 ಬ್ರೇಕ್. ನಿಲ್ಲಿಸಿ ಆಯ್ತಾ ಕಾಲು. ಈಗ ನಿಮ್ಮ ಕಣ್ಣಿನ ಅಳತೆಯಲ್ಲಿ ಈ ಎರಡು ಕಂಬದ ಒಳಗಿಂದ ಹೋಗ್ಬೇಕು, ಮೆಲ್ಲ ಆಯ್ತು, ಮೆಲ್ಲ. ಕಣ್ಣಿನಲ್ಲಿ ಒಂದು ಅಳತೆ ಇರ್ತದೆ, ನೀವು ಪದಾರ್ಥಕ್ಕೆ ಉಪ್ಪು ಹಾಕ್ತಿರಲ್ಲ, ಇಷ್ಟು ಹಾಕಿದ್ರೆ ಸಾಕು, ಅದು ನಮ್ಮ ಕಣ್ಣಿನಲ್ಲಿ ಒಂದು ಅಳತೆ ಬರ್ತದೆ ಆಯ್ತು. ಹೋಗ ನೋಡಿ, ಅದ್ರೊಳಗೆ ಹೋಗಿ ಮೆಲ್ಲ, ಬ್ರೇಕಿನ ಕಾಲು, ಎಕ್ಸಿಲೇಟರ್ ಕಾಲು ಹಿಡಿದು. ನೋಡಿ ಈಗ ಪಾಸ್ ಆಗ್ತದೆ ನೋಡಿ ಮೇಡಮ್, ನೀವು ಸ್ವಲ್ಪ ನೋಡಿ, ನೋಡ್ತಾ ಇದ್ದೀನಿ. ಕಣ್ಣಿನಲ್ಲಿ ಒಂದು ಅಳತೆ ಇರ್ತದೆ, ಆ ಅಳತೆ ಪ್ರಕಾರ ಹೋಗುದು. ನೋಕು ಬೆಳ್ಳಿಯ ಗ್ರೌಂಡ್ ಇದು ಒಡೆ ಪಡಿಕಾಗು ಇದಕ್ಕೆ ಈಸಿ ಅವರು ಜಸ್ಟ್ ಹಿಂಗನೆ ಇದಕ್ಕೆ ಲೆಗ್ ಪ್ರಾಕ್ಟೀಸ್ ಓನ್ಲಿ. ಮೆಲ್ಲ ಟರ್ನ್ ಮಾಡಿ, ಟರ್ನ್ ಮಾಡಿ, ಟರ್ನ್ ಮಾಡಿ. ಶ್ಯಾಮಣ ಮನೆ ತಿರ್ಚೆಲ್ಲ ತಿರ್ಕಂಡ ಮೆಲ್ಲ ಟರ್ನ್, ಮೆಲ್ಲ ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ, ಮೆಲ್ಲ ಎಸ್, ಮೆಲ್ಲ ಕೊಡಿ, ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ. ಅರ್ಥ ಉಡ ಎಂತಾಯ್ತು, ಅಲ್ಲಿ ನೀವು ಹೇಳಿ ಕೊಡೋದು ಅಮ್ಮನಿಗೆ ಅರ್ಥ ಆಗ್ತದೆ ಅಂತ. ಹಾಗೆಯಾ. ತುಂಬ ಸೆಟ್ ಇದ್ರೊಳಗೆ ನಿಮ್ಮ ಕಣ್ಣಿನ ಅಳತೆಯಲ್ಲಿ ಹೋಗ್ಬೇಕು. ಈ ಇದುಂಟಲ್ಲ, ಇದು ಕಣ್ಣಿನ ಅಳತೆ ಇರ್ತದೆ, ಅದು ನಾನು ನಿಮ್ಗೆ ಹೇಳಿದಲ್ಲ, ಪದಾರ್ಥಕ್ಕೆ ಉಪ್ಪು ಹಾಕುವ ನಾವು ನೋಡುದಲ್ಲ, ಎಷ್ಟು ಸಾಕು, ಹಾಗೆ ನೋಡಿ ಈ ಕಡೆ ಪಾಸ್ ಆಗ್ತದೆ, ಹಾಗೆ ಬರುದು. ಹೀಗೆ ಹೋಗಿ ಅಲ್ಲಿ ಹೋಗಿ ಆ ರೌಂಡ್ ಇಂದ ಬರುದು, ದೊಡ್ಡ ರೌಂಡ್ ತೆಗೀರಿ ಆಯ್ತಾ. ಹಾಗೆ ಬ್ರೇಕಿಂದ ಕಾಲು ತೆಗೀರಿ, ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ. ಈಗ ನಿಮ್ಮ ತಲೆ ಕೆಲಸ ಮಾಡುವುದಿಲ್ಲ, ನಾನು ಹೇಳಿದ ಹಾಗೆ ಮಾಡ್ತಾ ಇದ್ದೀರಿ, ಮತ್ತೆ ಹೋಗಿ 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 ನಿಮ್ಮ ಮೈಂಡ್ ಕಾಲಿಗೆ ಹೇಳ್ತದೆ ಎಕ್ಸಿಲೇಟರ್ ಕೊಡು, ಬ್ರೇಕ್ ಕೊಡು, ಕಣ್ಣು ಆಚೆ ಈಚೆ ನೋಡ್ತಾರೆ, ಬ್ರೇಕಿನ ಕಾಲು ತೆಗೀರಿ, ಎಕ್ಸಿಲೇಟರ್ ಕೊಡಿ ಒಂಚೂರು, ಬ್ರೇಕಿನ ಕಾಲು ಕೊಡಿ, ತೆಗೀರಿ, ಕೊಡಿ ಎಕ್ಸಿಲೇಟರ್ ಒಂಚೂರು, ಬ್ರೇಕಿನ ಕಾಲು ತೆಗೀರಿ. ಬ್ರೇಕಿನ ಕಾಲು ತೆಗೀರಿ. ಎಸ್, ಮೆಲ್ಲ ಬ್ರೇಕಲ್ಲಿ ಕಾಲು ಇಟ್ಕೊಳ್ಳಿ. ಈ ಇದ್ರೊಳಗಿಂದ ಹೋಗ್ತದಲ್ಲ, ಮೆಲ್ಲ ಬ್ರೇಕಲ್ಲಿ ಕಾಲು ಇಟ್ಕೊಳ್ಳಿ. ಒಂಚೂರು ಬ್ರೇಕ್ ಕೈ ಬ್ರೇಕ್ ಹತ್ತಬೇಕು, ಮೆಲ್ಲ ಮೆಲ್ಲ ನೋಡ್ಬೇಕು, ನಿಮ್ಗೆ ಗೊತ್ತಾಗ್ಬೇಕು, ನಿಮ್ಗೆ ಅಂದಾಜಾಗ್ಬೇಕು ಅದ್ರೊಳಗಿಂದ ನಾನು ಪಾಸ್ ಆಗ್ತಿದ್ದೇನೆ ಅಂತ ಆಯ್ತಾ. ಇಲ್ಲದಿದ್ರೆ ಪ್ರಯೋಜನ ಇಲ್ಲ, ನಿಮ್ಮ ತಲೆಯಲ್ಲೇ ಬರ್ಬೇಕು ನಾನು ಪಾಸ್ ಆಗ್ತೇನೆ. ಸ್ಲೋ ಸ್ಲೋ ಮೆಲ್ಲ ಬ್ರೇಕ್ ಹೊತ್ತಿ, ಒಂಚೂರು ಕೆಲವು ಕಲ್ಲೆಲ್ಲ ಇಟ್ಟಿದ್ದಾರೆ ಆಯ್ತಾ, ಸಾಕು. ಇದರಿಂದ ಹೋಗುದಿಲ್ಲ ಆಯ್ತಾ, ಪುನಃ ಹೀಗೆ ಮಾಡಬೇಕು, ಬೆಳೀತದೆ. ಮೆಲ್ಲ ಬ್ರೇಕ್ ಹೊತ್ತಿ, ಬ್ರೇಕ್ ಹೊತ್ತಿ, ಒಂಚೂರು ಬ್ರೇಕ್ ಹೊತ್ತಿ. ಎಸ್, ಬ್ರೇಕಿನ ಕಾಲು ತೆಗೀರಿ, ಎಕ್ಸಿಲೇಟರ್ ಮಾಡಿ, ಟರ್ನ್ ಮಾಡಿ, ಸಾಕು ಸಾಕು. ಈಗ ಈಗ ಯಾವಾಗ ಬಂದದ ಗಾಡಿ ಬಂದು 1.5 ತಿಂಗಳಾಯ್ತು. ಇಲ್ಲ
ಬಿಡುವವರಿಲ್ಲ, ಡ್ರೈವರನ್ನು ಮಾಡ್ತಾ ಇದ್ವಿ. ಹಾ, ಮತ್ತೆ ಯಾವಾಗಲೂ ಅವರನ್ನ ಡಿಪೆಂಡ್ ಮಾಡಿ ಹೋಗುವಾಗ ನಮಗೂ ಕೂಡ ಖರ್ಚು ಜಾಸ್ತಿ ಆಗ್ತದೆ. ಅದು ಆಗುದಿಲ್ಲ. ಅದು ಅಲ್ಲದೆ ಅವರ ಟೈಮ್ಗೆ ಅವರು ಇರ್ತಾರೆ. ಮತ್ತೆ ತಮ್ಮ ಸಹ ಬೈತಾ ಇದ್ದ, ನಿಮ್ಗೇನೆ ಸ್ಟಡಿ ಮಾಡ್ಬೋದಲ್ಲ ಅಂತ. ತಮ್ಮ ಎಲ್ಲಿ ಇರುದು? ತಮ್ಮ ದುಬೈಯಲ್ಲಿದ್ದಾನೆ. ಬ್ರೇಕ್ ಬ್ರೇಕ್ ಬೇಕಲ್ವೇ? ಬ್ರೇಕ್ 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 Accelerator ಕಾಲು ಇಟ್ಟಿದ್ದೀರಿ. ಬ್ರೇಕ್ ಬೇಕನವ. ಹಾ, ನಿಮ್ಮ ತಲೆ ನಾವು ಏನು ಮಾತಾಡಿ ಸಹ, ನಾನು ನಿಮ್ಮ ಹತ್ರ ಎಂತ ಮಾತಾಡಿ ಸಹ ನನ್ನ ಕಣ್ಣು ನಿಮ್ಮ ಕಾಲಿನ ಹತ್ರ ಇರ್ತದೆ. ನಾನು ಎಷ್ಟು ಸಹ ಮಾತಾಡ್ಬೋದು ನಿಮ್ಮ ಹತ್ರ, ಆದ್ರೆ ನಾನು ನಿಮ್ಮನ್ನು ನೋಡ್ತೇನೆ. ನೋಡಿ ಈಗ ಮೆಲ್ಲ ಹೇಳ್ದು ಬ್ರೇಕ್ ಒತ್ತಿ ಒತ್ತಿ ಪಾರ್ಕಿಂಗ್ ಹಾಕಿ, ಪಾರ್ಕಿಂಗ್ ಇದನ್ನು ಒತ್ತಿ, ಬಟನ್ ಬಟನ್ ಒತ್ತಿ. ಕಾಲ್ ಬಿಡಿ, ಬಿಡಿ ಕಾಲ್ ಬಿಡಿ, ಫುಲ್ ಬಿಡಿ, ರಿಲ್ಯಾಕ್ಸ್. ಒಮ್ಮೆ ಸೀಟ್ ಬೆಲ್ಟ್ ಬೇಕಿದ್ರೆ ತೆಗೀರಿ, ರಿಲ್ಯಾಕ್ಸ್ ಆಗಿ ಸೀಟ್ ಬೆಲ್ಟ್ ತೆಗೀರಿ. ಆಗ ನಿಮಗೆ ತೆಗೀರಿ ಮೆಲ್ಲ. ಆಗ ನಿಮ್ಗೆ ನೋಡಿ ಹೊಟ್ಟೆ ಎಲ್ಲ ಟೈಟ್ ಆಗಿರ್ತದೆ. ನಿಮ್ಗೆ ಸಣ್ಣ ಸಣ್ಣ ಟ್ರಿಕ್ಸ್ ಹೇಳಿಕೊಡ್ತೇನೆ. ಅದು ನಿಮ್ಗೆ ಯಾಕೆ ಅಂದ್ರೆ, ನೀವು ಕಾರ್ ಡ್ರೈವಿಂಗ್ ಕೂತ್ಕೊಳ್ಳೋದು ನಿಮ್ಗೆ ನಿಮ್ಮ ಕಣ್ಣೆಲ್ಲ ಜಾಸ್ತಿ ಆಚೆ ಓಡುದಿಲ್ಲ. ಇಲ್ಲೊಂದು ಸೀಟ್ ಬೆಲ್ಟ್ ನಿಮ್ಗೆ ಅದು ಟೈಟ್ ಆಗ್ತದೆ, ನಿಮ್ಗೆ ದೇಹ ಹೀಗೆಲ್ಲ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಅದಕ್ಕೆ ಒಂದು ರೌಂಡ್ ಹೋಗಿ ನಿಮ್ಗೆ ಒಂಚೂರು ರಿಲ್ಯಾಕ್ಸ್ ಕೊಡ್ಬೇಕು. ಒಮ್ಮೆ ಉಸಿರು ಬಿಡ್ಲಿಕ್ಕೆ ನಿಮ್ಗೆ, ಯಾಕಂದ್ರೆ ನಿಮ್ಗೆ ಅದು ಹೋಗ್ತಾ 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 ನೀವು ಆ ಕೆಲಸಕ್ಕೆ ಸೆಟ್ ಆಗ್ತೀರಿ. ನೀವು ಒಮ್ಮೆಲೆ ನಾನು ನಿಮ್ಮನ್ನು ಹೋಗುವ ಒಂದು 5 ಕಿಲೋಮೀಟರ್ ಹೋಗುವ 10 ಕಿಲೋಮೀಟರ್ ನೀವು ಕೂತ್ಕೊಳ್ಳೋದಿಲ್ಲ. ನಿಮ್ಗೆ ಇಲ್ಲಿ ಸೊಂಟ ನೋವು ಶುರು ಆಗ್ತದೆ, ಕಾಲು ನೋವು ಶುರು ಆಗ್ತದೆ, ಕಣ್ಣು ನೋಡುವಾಗ ಒಂಚೂರು ನೋವಾಗ್ಲಿಕ್ಕೆ ಶುರು ಆಗ್ತದೆ. ಅದನ್ನು ನಿಮ್ಗೆ ಹೋಗಿ 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 ಆ ಕಾರಿಗೆ ಹೇಗೆ ಬೇಕು ನಿಮ್ಮನ್ನು ಸೆಟ್ ಮಾಡಿ ಇಡಬೇಕು. ಇಲ್ಲದಿದ್ದರೆ ನಿಮ್ಗೆ ಎಂತ ಆಗ್ತದೆ ಗೊತ್ತುಂಟ, ಒಂದೇ ಸಾರಿ ನಿಮ್ಗೆ ಹೆದರಿಕೆ ಶುರು ಆಗ್ತದೆ. ಹೆದರಿಕೆ ಆಗ್ಬಾರ್ದು ಗಾಡಿಯಲ್ಲಿ. ನಿಮ್ಗೆ ಹೆದರಿಕೆ ಆದ್ರೆ ಹೋಯ್ತು. ಅದಕ್ಕೆ ನಿಮ್ಗೆ ನೋಡಿ, ಈಗ ನಿಮಗೆ ನೋಡಿ, ಈಗ ನಿಮಗೆ ನಾನು ಏನು ಗೊತ್ತಿಲ್ಲದೆ ನಾನು ರೋಡಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋದ್ರೆ, ನಿಮ್ಮದಲ್ಲಿ ಬ್ರೇಕ್ ಇದ್ದ ಕಾಲು ಎಕ್ಸಿಲೇಟರ್ಗೆ ಬರ್ತದೆ, ಎಕ್ಸಿಲೇಟರ್ ಕಾಲು ಬ್ರೇಕಿಗೆ ಹೋಗ್ತದೆ. ಅದು ಮಾಡಬಾರ್ದು. ನಾನು ಬ್ರೇಕ್ ಹೇಳುವಾಗ ನನಗೆ ಬ್ರೇಕಲ್ಲೇ ಕಾಲು ಬರಬೇಕು, ಎಕ್ಸಿಲೇಟರ್ ಹೇಳುವಾಗ ಎಕ್ಸಿಲೇಟರ್ಗೆ ಬರಬೇಕು. ನೀವು ಎಂತದ್ದು ಮಾಡಿ ನಂಗೆ ಇಲ್ಲಿ ನೋಡೋ ಗೊತ್ತಾಗ್ತದೆ, ಗಾಡಿ ಓಡೋ ಗೊತ್ತು. ನಾನು ಕಣ್ಣು ಮುಚ್ಚಿ ಕೂತ್ಕೊಂಡು ಹೇಳ್ತೇನೆ ನೀವು ಎಲ್ಲಿ ಕಾಲು ಇಟ್ಟಿದ್ದೀರಿ, ಎಲ್ಲಿಗೆ ಇದು ಮಾಡಿದಿರಿ ಅಂತ ಹೇಳಿ. ಯಾಕಂದ್ರೆ ನಾವು ಅದು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಮೇಲೆ ಹೇಳುದು, ನಮ್ದೊಂದು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಇರ್ತದೆ. ಅಲ್ಲ, ಈಗ ಹೇಳುದು ನೀವು ಸರಿ, ಮತ್ತೆ ಯಾರಾದ್ರೂ ಹೇಳುದಿಲ್ಲ, ಸಾರಿ ಇದೆ ಇದು ಇಂತ ಮಾಡಿ ಹೇಳುದಿಲ್ಲ. ನಿಮ್ಗೆ ಎಂತ ಗೊತ್ತುಂಟ, ಅವರಿಗೂ ಮತ್ತೆ ನಮ್ಗೆ ಎಂತ ಡಿಫ್ರೆನ್ಸ್ ಅಂದ್ರೆ, ನೋಡಿ ಇಲ್ಲಿ ನನ್ನ ಹತ್ರ ಏನು ಕಂಟ್ರೋಲ್ ಇಲ್ಲ. ನಿಮ್ಮನ್ನು ನೀವು ಬಚಾವ್ ಹೇಗೆ ಮಾಡುದು ಅಂತ ನಾವು ಹೇಳಿಕೊಡ್ಬೇಕು. ನಿಮ್ಮನ್ನು ನೀವು ಹೇಗೆ ಬಚಾವ್ ಮಾಡುದು, ನೀವು ಇನ್ನೊಬ್ಬನ ഡിപ്പെൻഡ് ആകിയിരിക്കില്ല. അങ്ങനെ ഗൈസ് ഞാൻ ഇരിക്കാണ്. കാരണം ഉമ്മക്ക് 2 ചീത്ത കേട്ടു, അവൻ ഷൗട്ടൊക്കെ ചെയ്തിട്ട് എനിക്ക് പേടിച്ചിട്ട് വയ്യ റബ്ബേ. എനിക്ക് ഉമ്മക്ക് ചീത്ത പറഞ്ഞത് കൊണ്ടിട്ട് ആളങ്ങോട്ട് പോയിക്കണട്ടോ. ഉമ്മക്ക് ചീത്ത പറഞ്ഞത് നോക്കിയിട്ടുണ്ടല്ലോ ഞാൻ. ആള് എന്നെ ചീത്ത പറഞ്ഞത് പോലെ ഞാൻ ലെവലിലേക്ക് പോകണം. കാരണം ഞാൻ ബാക്കിലിരുന്ന് ജഡ്ജ് ചെയ്തതല്ലേ ബ്രേക്ക് ഒത്തുമ്പോ. എനിക്ക് സത്യമായിട്ട് നെഞ്ച് വടവടടിക്കുന്നു. പക്ഷേ സത്യം അറിയാം, എനിക്ക് ഡ്രൈവിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. എനിക്കത് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പഠിക്കണത്. കാരണം അനിയൻ എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡ്രൈവിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഞാൻ എപ്പോഴും പഠിച്ചത് എടുത്തേനെ. എനിക്ക് എന്തോ അറിയില്ല, ഞാൻ സ്കൂട്ടി പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ഇതിലൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഈസി മെത്തഡാണ്. എനിക്ക് റോഡിൽ പോകുമ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടാണ് എനിക്ക് ഭയക്കുന്നത്. ഞാൻ അനിയൻ്റെതാണ്, എന്തെങ്കിലും പ്രശ്നമായാലോ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നത്. പിന്നെ റോഡിലും പിന്നെ വണ്ടി എടുക്കുന്നത് അത്ര ഈസി അല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഡ്രൈവിംഗ് ഒന്ന് ഉഷാറാക്കിയിട്ട് പിന്നെ ധൈര്യത്തോട് റോഡിൽ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഗ്രൗണ്ടിലാണ് പഠിപ്പിക്കുന്നത് ആദ്യം. കാരണം നമ്മൾ ലെഗ് പ്രാക്ടീസ് ആദ്യം മെയിനായിട്ട് വേണം. ബ്രേക്ക് എസ്കലേറ്റർ ആൻഡ് ഇവിടുത്തെ ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അവിടെ 2 ദിവസം പഠിപ്പിച്ചതിന് ആകെ കുന്തോ ഇല്ല, പാർക്കിംഗ് ഇടുന്നെങ്കിൽ അറിയില്ല, ഡ്രൈവിംഗ് മോഡ് ഒന്നും അറിയില്ല. ഇപ്പം നമുക്ക് ബേസിക് നോളജ് ഫസ്റ്റ് തന്നെ അറിഞ്ഞു. അപ്പം അയാൾ എന്തായാലും വന്നിട്ടിതാ, അയാൾ വന്നു. അപ്പം ഞാൻ എന്തായാലും പിന്നെ കാണാം നമുക്ക്. ഇവിടുന്ന് യാറബ്ബേ നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിക്കണ്ട? അയ്യോ, ചോക്ലേറ്റ് ഷോപ്പിൽ നിന്ന് കൊണ്ടുപോവാട്ടാ. ഉമ്മച്ചി ഡ്രൈവിംഗ് ക്ലാസ് പോകുമ്പോൾ
അറിയുമ്പോൾ നാളെ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരാം ഏട്ടാ ഏട്ടാ. ആ തന്നെ ആ ദൃശ്യത്തിൽ എന്ത് കാണിച്ചേ? അങ്ങനെ ഷാബാസ് തന്നെ വിളിച്ചേ തന്നെ. വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ലല്ലോ. ഇത് റിക്ഷ ഡ്രൈവർ കൊടുക്കും. നീ കൊടുത്തു അല്ല മക്കളുടെ പേരത്ത് കൊണ്ട പാവൻ കാക്കണ്ട അപ്പോൾ പൈസ കൊടുക്കാൻ പോവാണ്. അവന് ക്യാഷ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോക്കാം ഇനി 4 ക്ലാസ്. പിന്നെ കുട്ടികളും വന്നു. ഞങ്ങനെ 4 മണി ആയില്ലേ. ഉഫ് ഞാനും ടയർഡായി. അപ്പം ഉമ്മൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ? ഞാൻ ചോദിക്കുന്നേ സത്യം പറഞ്ഞോ ഉമ്മാനോട് ദേഷ്യം പിടിച്ചിരിക്കുന്നത് നോക്കി എനിക്ക് ജീവനില്ല. എൻ്റെ ജീവൻ പോയിക്കുന്നത് ഇനി എൻ്റെ അടുത്തിട്ട് വെച്ച് നാണക്കേടല്ലേ അയ്യേ. അപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് ഇത് അറിഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നില്ല മാത്രം. എനിക്ക് എസ്കലേറ്റർ പിന്നെ മീൻസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അവിടെ തന്നെ പറയുന്ന മുമ്പായി തന്നെ എല്ലാം ചെയ്തിക്കണേ. എനിക്ക് പിണക്കല്ലേ ചൂടായിട്ടില്ല. അതെ ഞാൻ സ്ലോ തന്നെ പോവുമല്ലോ. പിന്നെ കുറച്ച് ശേഷം എസ്കലേറ്റർ ഞാൻ അങ്ങനെ പ്രസ് ചെയ്തില്ലേ. ഓ എന്ത് ഫുൾ മാർക്കാണോ? എന്തായി മൊയ്റ്റ് അതാ ദേഷ്യം വെച്ചടിക്കുന്നത് ഏതല്ല സത്യ ടീച്ചറിന്റെ ഫോൺ വിളിച്ചിട്ടേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. ഏത് തന്നെ സബ്ജക്ട്? ഇംഗ്ലീഷ് ആണോ? പിന്നെ ഹിന്ദിയിൽ 40 ആണോ? ഹിന്ദിയില് അല്ല ഹിന്ദിയും കന്നഡാണ് കേട്ടോ എൻ്റെ മോൾക്ക് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ്. പക്ഷെ ഹിന്ദിയിലും ഇന്നലെ ഏതാണ് ഇഷ്യൂ ഔട്ട് ഓഫ് മാർക്ക്. തെങ്ങനെ മറാപ്പുറത്തില്ലേ സൈഡാക്കി വെച്ചാ ചൊല്ലമല്ലേ. കാറ് വെച്ചിട്ടുണ്ട് കൊക്കനട്ട് ട്രീ എല്ലാം ഉണ്ട്. എനിക്ക് അതന്നെ പേടിയാറു. നല്ല വണ്ടിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളെ വീട് എന്താ കാലെന്താ ഇപ്പോൾ? ഓ ഗുഡാവാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അല്ല എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇന്ന് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ വീഡിയോസ് വ്ളോഗ് ആൻഡ് ഇതേപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്ളോഗ് ഹെൽത്ത് ടിപ്സ് ആൻഡ് സ്കിൻ കെയർ വീഡിയോകളെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. ഇതേപോലത്തെ വ്ളോഗ് ട്രാവൽ ടിപ്സ് ആൻഡ് ഇതേപോലത്തെ വ്ളോഗ് ട്രാവൽ ടിപ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള വ്ളോഗ്. ഫൈനലി നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ടിപ്സ് ആയിട്ട് ഇതേപോലത്തെ വ്ളോഗ് ആയിട്ട് ഇതേപോലത്തെ ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്ളോഗ് ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.